ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബിക്സ് പെയിൻറ്റ് എക്സിൻ്റെ ഒരു ടൂൾസും അതുപോലെ തന്നെ ഐബിക്സ് പെയിൻറ്റ് എക്സിനെ പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ തന്നെയാണ് നമ്മൾ ഐബിക്സ് പെയിൻറ്റ് എക്സ്. കാരണം ഐബിക്സ് പെയിൻറ്റ് എക്സിൻ്റെ ഇൻ്റർഫേസ് ഒരു ബിഗിനർ ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കത്തില്ല. എന്താ സംഭവം എന്ന് വിചാരിച്ചിങ്ങനെ അന്തം വിട്ടിരിക്കും. കാരണം കൂടുതൽ ഗ്രാഫിക്സോ കാര്യങ്ങളോ അതിൻ്റെ ഇൻ്റർഫേസിന് കൊടുക്കുന്നില്ല. പക്ഷേ അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഐബിക്സ് പെയിൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻസ് ഉള്ള, ഏറ്റവും നന്നായി എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിൽ ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ് ഐബിക്സ് പെയിൻറ്റ് എക്സ് എന്ന് പറയുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു ബെറ്റർ ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ടൂൾസൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം, ഒന്ന് പരിചയപ്പെടാം. ഐബിക്സ് പെയിൻറ്റ് എക്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഒരു ഇൻ്റർഫേസ് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. മൈ ഗാലറി കളക്ഷൻ ഓൺലൈൻ ഗാലറി എന്ന് പറഞ്ഞിട്ട് അതിൽ മൈ ഗാലറി ക്ലിക്ക് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. മൈ ഗാലറി ഇതിൽ ആണ് നമ്മൾ മുമ്പ് വരച്ച പിക്ചേഴ്സ് കാണിക്കുക. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ, ഫസ്റ്റ് കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താലാണ് ക്യാൻവാസ് സൈസ് സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് ക്യാൻവാസ് സൈസസ് ഉണ്ട്. ഏറ്റവും താഴെ ഇഞ്ച് mm നമുക്ക് ക്യാൻവാസ് സൈസ് കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിൽ അത് കസ്റ്റമായി ചെയ്യാം. പിന്നെ DPI സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. DPI എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിൻറ്റിങ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് DPI എന്ന് പറയുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ട് മേലെ വിഡ്ത്തും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിക്സൽ സൈസിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. 4096 x 4096 ആ ഒരു റേഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ HD ഒരുപാട് ട്വിറ്റർ ഹെഡ് അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് ഒരുപാട് സൈസ് വേറെയും എടുക്കുന്നുണ്ട്. നമുക്ക് കസ്റ്റമായിട്ടും നമുക്ക് സൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ആപ്ലിക്കേഷൻസിൽ ആൻഡ്രോയിഡിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ്. നല്ല ക്വാളിറ്റി തന്നെ പിക്ചർ വരച്ച് നമുക്ക് എന്താ പറയുക സേവ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഐബിക്സ് പെയിൻറ്റ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കസ്റ്റമായിട്ടും ചെയ്യാം. അല്ലാതെ നമുക്ക് അതിൽ നിന്നൊരു അവർ ഓൾറെഡി കൊടുത്തിട്ടുള്ള ക്യാൻവാസ് സൈസ് സെലക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ DPI നമുക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാം. അതിലിപ്പം ഞാനൊരു ക്യാൻവാസ് സൈസ് സെലക്ട് ചെയ്ത് ഈ ക്യാൻവാസ് ഉണ്ടോ റൊട്ടേറ്റ് ചെയ്യാം. എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാനും സൂം ചെയ്യാനൊക്കെ പറ്റുന്നൊരു ക്യാൻവാസ് സൈസാണ്. ഇപ്പോൾ ADOBE DRAW ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ADOBE DRAWയിലൊന്നും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതിൽ നമുക്ക് ബ്രഷും ഇറേസറും നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. കണ്ടോ, ഇതിലാണ് നമുക്ക് സൈസ് ബ്രഷിൻ്റെ സൈസ് കൂട്ടാൻ. ഇറേസറാണ് എടുക്കുന്നതിന് ഇറേസറിൻ്റെ സൈസ് കൂട്ടാൻ. തൊട്ടപ്പുറത്ത് റൈറ്റിൽ കാണുന്നത് ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് ഒപ്പാസിറ്റി കുറച്ചിട്ട് ലൈൻ വരയ്ക്കാം. കണ്ടോ, ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ഈ കാണുന്നത് നമ്മുടെ ലൈൻ്റെ സൈസ് അല്ലെങ്കിൽ ബ്രഷിൻ്റെ സൈസ് കൂട്ടാനുള്ള ഓപ്ഷനാണ് ലെഫ്റ്റിൽ കാണുന്നത്. റൈറ്റിൽ കാണുന്നത് ഒപ്പാസിറ്റി കുറയ്ക്കാനുള്ളത്. അതിപ്പോൾ ബ്രഷസ് ഏതായാലും ആ ഒരു ഓപ്ഷൻ തന്നെയാണ്. കണ്ടോ, ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത് റേസറാണ്. അതുകൊണ്ടാണ് ഈ റേസറിൻ്റെ ചിഹ്നം കാണിക്കുന്നത്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ബ്രഷ് ആക്റ്റീവ് ആവും. കണ്ടോ, അങ്ങനെ ആക്റ്റീവ് ആവുന്നത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അവിടെ. പിന്നെ കണ്ടോ, ഇപ്പോൾ ഈ റേസർ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇറേസ് ചെയ്യാൻ പറ്റും. ഇറേസറിൻ്റെ സൈസും ഇറേസറിൻ്റെ ഒപ്പാസിറ്റിയും അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ടൂൾ പാനൽ എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫോം, മാജിക് അതുപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട് അതിൽ. ബക്കറ്റ്, ഫില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബ്രഷസും കാര്യങ്ങളൊക്കെ. ഡിപ്പൻ, എയർ ബ്രഷസ്, ഒരുപാട് ബ്രഷസ് ഉണ്ട്. ഈ ബ്രഷസ് നമുക്ക് ഈ കാണുന്ന ആഡ് എന്ന് കാണുന്നുണ്ടോ, കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ആഡ് വരും. ആഡ് കണ്ടു കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവും. അങ്ങനത്തെ കുറച്ച് ടൂൾസും ഉണ്ട് ഇതിൽ. ഏകദേശം 300 മേലെ ബ്രഷസ് ഓൾറെഡി അവൈലബിൾ ആണ് ഇതിൽ. ഈ കാണുന്നത് ബ്രഷ് പ്രോപ്പർട്ടിയാണ്. ബ്രഷ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബ്രഷിൻ്റെ തിക്നെസ് കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാൻ. ഈ കാണുന്നതാണ് നമ്മുടെ വീൽ പാനൽ അല്ലെങ്കിൽ നമ്മുടെ കളർ വീൽ പാനൽ എന്നൊക്കെ പറയാം. നമുക്ക് കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷൻ. പിന്നെ നെക്സ്റ്റ് ഒരു ഏരോ പോലെ കണ്ടോ, നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കി എടുക്കാമെന്നുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ ആ അടിയിൽ കാണുന്ന ആ ടൂൾ ബാറും കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡായിട്ട് ഒന്ന് കാണിക്കും. ഹൈഡായിട്ട് കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും തോന്നാത്ത രീതിയിൽ. പിന്നെ ഈ കാണുന്നത് ലെയർ പാനലാണ്. ലെയേഴ്സ് കാണാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയിട്ട് പറയാണ്.
ഈ കാണുന്നതിൽ സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഗാലറിയിലേക്ക് ബാക്കോട്ട് പോകാം. ബാക്ക് ടു ഗാലറി എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് PNGയിൽ സേവ് ചെയ്യാൻ പറ്റും, PNG ഫോർമാറ്റിൽ. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് PNGയിൽ ഫോർമാറ്റ് ചെയ്യാം. ആ ഫോർമാറ്റിലും സേവ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് PNG എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചിത്രം വരച്ചിട്ട് മറ്റൊരു ഇമേജിൻ്റെ മേലെ കൊണ്ടുവെക്കുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ ഒരു ഇമേജ് കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു സേവ് ചെയ്യുന്ന ഓപ്ഷൻ. നമുക്ക് ബാക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ആ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ ക്യാൻവാസ് എടുക്കാനുള്ള ഓപ്ഷൻ. ഈ കാണുന്നതിലാണ് നമ്മുടെ സൈസ്, അതുപോലെ തന്നെ സ്റ്റോറേജ്, എത്ര സൈസ് ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, അങ്ങനത്തെ ഇൻഫോ ഒക്കെ കാണുന്ന ഒരു ബട്ടനാണത്. അതിൽ നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൽ വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ടൂൾസ് ആൻഡ് ഇൻട്രോഡക്ഷൻ അല്ലെങ്കിൽ ആപ്പ് ഇൻട്രോ എന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ നെയിം കൊടുക്കാൻ പറ്റിയത് ഒരു ഓപ്ഷനാണ്. പിന്നെ ആർട്ടിസ്റ്റ്, ഞാൻ ജസ്റ്റ് എൻ്റെ നെയിം കൊടുക്കുകയാണ്, അതിൽ നൗഷാദ് എന്ന് പറഞ്ഞിട്ടൊരു നെയിം കൊടുക്കുകയാണ്. ഓക്കെ, അതിന് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ടിക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ നെയിം ഇടുക, അതിൻ്റെ സൈസും ഡീറ്റെയിലും കാണിക്കുക എന്നുള്ളതാണ്. ഈ കാണുന്ന പ്ലേ ബട്ടൺ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇത്ര നേരം വരച്ചതിൻ്റെ ഒരു ടൈം ലാപ്സ് കാണിക്കും. ആ ടൈം ലാപ്സ് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് ഇതിൽ. ഓക്കെ, നെക്സ്റ്റ് കാണുന്നത് ഷെയർ ബട്ടൺ. അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇതിൽ കാണുന്നത് നമുക്ക് സേവ് മൂവി, അതായത് MP4ലും JPGയിലും PNGയിലും ഒക്കെ ആ ഫയൽ സേവ് ചെയ്യാം. നെക്സ്റ്റ് എഡിറ്റ് ആണ്. എഡിറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ വരച്ചതിലേക്ക് പിന്നെയും പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏറ്റവും മേലെ കാണുന്നതാണ് ആ ടൂൾ മുതൽ നമുക്ക് പരിചയം. ഇപ്പോൾ ഏകദേശം താഴെയുള്ള പാനലല്ല നമ്മൾ പരിചയപ്പെട്ടു. മേലൊരു ട്രയാങ്കിൾ പോലെ കണ്ടു, അത് ക്ലിക്ക് ചെയ്താൽ ക്ലിയർ ലെയർ, ഇൻവേർട്ട് സെലക്ഷൻ ഏരിയ, റിമൂവ്, അങ്ങനത്തെ ഓപ്ഷൻസ് കാണുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് റൂളർ, അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ആ സർക്കിൾ വരച്ചിട്ട് ആ ഓപ്ഷൻ എടുക്കുക, സെലക്ഷൻ്റെ ഒരു ഓപ്ഷൻ എടുക്കുക. സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ടൂളാണത്. അപ്പോൾ അത് മേലെ കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട്. നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ലെയർ കൊടുത്താൽ അത് മൊത്തം ക്ലിയർ ആയി പോവും. അത് ലെയറിലുള്ള മൊത്തം ക്ലിയർ. ഞാൻ റെഡ്യൂ ചെയ്യാണ്. റെഡ്യൂ ബട്ടൺ ഇവിടെ ഉണ്ട്. റെഡ്യൂ ചെയ്യുന്നത് അണ്ടു ബട്ടണും ഈ ഒരു സൈഡിൽ ലെഫ്റ്റിൽ അപ്പർ കോർണറിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഡൗട്ട് വേണ്ട, മിക്കവർക്കും അതാണ് ഡൗട്ട് വരാറ്, എവിടെയാണ് അണ്ടു ചെയ്യുന്നത് റെഡ്യൂ ചെയ്യുന്നത്. കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആ വരച്ചത് കട്ട് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് വേറെ ലെയർ എടുത്തിട്ടോ അല്ലെങ്കിൽ ആ ലെയറിൽ തന്നെയോ നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ കട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്യാം, റീസൈസ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ് ഫോമിൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെഷ് ഫോമിൽ ട്രാൻസ്ഫോം ചെയ്യാം. നമുക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ടിക്ക് ചെയ്താൽ അത് നമുക്ക് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇനി മുകളിലുള്ള രണ്ടാമത്തെ ടൂള് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ ടൂളാണ്. അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ ആ ലൈൻസിന് ഒരു ഫ്ലോ കിട്ടാനൊക്കെ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഫോഴ്സ് ടു ഫെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അത് നമ്മളുടെ വരയ്ക്കുന്ന ആ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കുറച്ചുകൂടി സ്മൂത്തായിട്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തിട്ട് വരച്ചതും ഓൺ ചെയ്തിട്ട് വരയ്ക്കുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ. ഒരു ചെറിയൊരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ വൈബ്രേഷനൊക്കെ കുറഞ്ഞ് കിട്ടും. ഓക്കെ, ഫോഴ്സ് ഫെയ്ഡ് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് വരയ്ക്കാൻ നമുക്ക് ആ ലെങ്ത് ഓഫ് സ്റ്റാർട്ടും കണ്ടോ, അതിൻ്റെ എൻഡും, അതായത് ആ ലൈൻ്റെ എൻഡും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങും വളരെ സ്മൂത്തായിട്ട് കറക്റ്റായിട്ടൊരു പോയിൻ്റഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കാനുള്ള രണ്ട് ഓപ്ഷൻസാണ്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ഡ്രോയിങ് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കാണിക്കുന്നുണ്ട് സർക്കിൾ, റെക്റ്റാങ്കിൾ, പെൻറ്റഗണൊക്കെ ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു മെത്തേഡും കാര്യങ്ങളും മാത്രമാണ്, ടൂൾസ് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ട്യൂട്ടോറിയൽ വിശദീകരിച്ച് ഓരോ ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്തിനാണെന്ന് അറിയണം. കാരണം നമ്മളൊരു ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ സ്റ്റെബിലൈസേഷൻ ടൂൾ എടുക്കുക, അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ടൂൾ എടുക്കുക, ബ്രഷ് എടുക്കുക, എങ്ങനെ ഒരു ടൂളിൻ്റെ പേരേ പറയുള്ളൂ. നമ്മൾ പെട്ടെന്ന് എടുത്ത് ചെയ്തിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ടൂൾ എവിടെയൊക്കെ എടുക്കുന്നതെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൂൾസൊക്കെ നന്നായി അറിഞ്ഞെങ്കിൽ മാത്രമേ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഓട്ടോഡെസ്ക് ചെയ്തപ്പോഴും ഇൻഫിനിറ്റി ഡിസൈൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെ പ്രോക്രിയേറ്റിൻ്റെ ചെയ്തപ്പോഴും നമ്മൾ ടൂൾസിൻ്റെ വീഡിയോ ആണ് ഏറ്റവും ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് റൂളർ എന്ന് പറഞ്ഞ ടൂളാണ്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. റൂളർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സ്കെയിൽ ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് നേരെയുള്ള ലൈൻസ്, ഇപ്പോൾ സ്ട്രെയിറ്റ് റൂളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സർക്കിളായിട്ടുള്ളൊരു ഇതുണ്ട്, റൂളറുണ്ട്. നമുക്ക് എവിടെ വെച്ച് വരയ്ക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ബ്രഷ് അനുസരിച്ചാണ് കേട്ടോ ലൈൻസ് വരാം. ഇപ്പോൾ ഞാനെടുക്കുന്ന ബ്രഷിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചാണ് ആ ലൈൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൂളർ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ സൈമെട്രി റൂളറുണ്ട്. സാധാരണ സൈമെട്രി ടൂൾ എന്ന് പറഞ്ഞിട്ടാണ് മിക്ക ആപ്ലിക്കേഷനും വരാം. ഇതിൽ റൂളർ പോലെയാണ്, നമുക്ക് ഫേസ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്കിത് യൂസ് ആവും. ഇതിൽ മിറർ റൂളർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വെർട്ടിക്കൽ സിമെട്രി എന്നും പറയും. അതുപോലെ തന്നെ കാലിഡോസ്കോപ്പ് റൂളർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് സാധാരണ മിക്ക ആപ്ലിക്കേഷൻസിലും കൊടുത്തിട്ടുണ്ടാവും സിമെട്രിയും അതുപോലെ തന്നെ സ്കെയിലും. അതും ഒപ്പാണ് മിക്കതിനും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു മണ്ഡല ആർട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ ഭാഗങ്ങളാണ്. പെർസ്പെക്റ്റീവ് ഗൈഡ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അടുത്ത ടൂള് പരിചയപ്പെടുത്തുന്നത് ഇനിയുള്ളത് നമുക്ക് കൂടുതലായിട്ടും ആവശ്യമുള്ള, അതായത് ഇതൊന്നും നമ്മൾ അധികം എടുത്ത് യൂസ് ചെയ്യാറില്ല. ഇനിയുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള ടൂൾസ്. അത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ഗാലറി പോലെ ഒരു ചിഹ്നം കണ്ടോ, ഒരു ഇമേജിൻ്റെ ചിഹ്നം. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇമേജസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റ് ഓൺ ആക്കിയിട്ട് ഇമേജസ്. ഇനി നമുക്ക് ടൂൾസ് പരിചയപ്പെടാം. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ടൂള്. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ബ്രഷ് എടുത്തിട്ട് ഒരു ജസ്റ്റ് വരയ്ക്കുകയാണ്. നമുക്ക് സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ആ ഒരു റൂളറിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഡ്രോയിങ് ടൂളിൽ ഞാനൊരു എലിപ്സ് എടുത്തിട്ട് ഒരു എലിപ്സ് വരയ്ക്കുകയാണ്. കണ്ടോ, ജസ്റ്റ് എലിപ്സ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ഫില്ല് ചെയ്യാം. ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്, പക്ഷേ ഏകദേശം മുട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മുട്ടിയിട്ടില്ലെങ്കിൽ കളർ പുറത്തേക്ക് പോവും. മുട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഫില്ല് ചെയ്യാം. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ബക്കറ്റ് ഫില്ല്, അത് ടൂൾസിൽ തന്നെയുള്ള ഒരു ബക്കറ്റ് എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ട്രാൻസ്ഫോം ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. മിക്ക ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ട്രാൻസ്ഫോം എന്തിനൊക്കെ ഉള്ളതാണെന്ന്. പക്ഷേ ഇതിൽ കുറച്ചും കൂടിയും ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൽ റീസൈസ് ചെയ്യാൻ മാത്രമല്ല, പെർസ്പെക്റ്റീവ് ഫോമിൽ നമുക്ക് ബെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കൊണ്ടുവയ്ക്കാനൊക്കെ പറ്റും. മിക്ക ആപ്ലിക്കേഷനിലും പെർസ്പെക്റ്റീവ് വ്യൂവിൽ നമുക്ക് ബെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. കൂടുതലും ഇതുപോലെ ട്രാൻസ്ഫോം, അതായത് റീസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് കൂടുതലായിട്ടുള്ളത്. അതിലും കുറച്ചും കൂടിയും ഡെപ്ത് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓരോ ടൂൾസിനും. ഓക്കെ, നെക്സ്റ്റ് വൺ മാജിക് ടൂള്. മാജിക് ടൂൾ എന്തിനാണെന്ന് വെച്ചാൽ, പിന്നെ മാജിക് ടൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ഭാഗം ക്ലിക്ക് ചെയ്താൽ ആ ഏരിയ മൊത്തം സെലക്ഷൻ വരും. ഇപ്പോൾ ഒരു സർക്കിളാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ സർക്കിളിൻ്റെ എൻഡ് മൊത്തം, ഔട്ടർ മൊത്തം സെലക്ഷൻ വരില്ല. സെലക്ഷൻ ചെയ്തതിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറേസ് ചെയ്യാം. അപ്പോൾ അറിയാലോ, മെയിനായിട്ട് സെലക്ഷൻ ആണ് അതിൻ്റെ പർപ്പസ്. ആ സെലക്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെലക്ഷൻ അതാണ് മെയിനായിട്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഷെയ്ഡ് ചെയ്യാനും മറ്റു ടൂൾസ് യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത ടൂള്, നെക്സ്റ്റ് ടൂൾ നമുക്ക് പരിചയപ്പെടാം. നെക്സ്റ്റ് ടൂൾ എഫക്ട്സ് ആണ്. എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ടൂൾ നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് വരച്ചുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൂളാണ്. ഇപ്പോൾ മാജിക് ടൂൾ യൂസ് ചെയ്താൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ മൊത്തം സെലക്ഷൻ വരും. ആ റൗണ്ട്, ഇപ്പോൾ സർക്കിളാണെങ്കിൽ ആ സർക്കിൾ മൊത്തം സെലക്ഷൻ വരും. ലെസ്സർ ടൂൾ കണ്ടോ, ഞാൻ വരയ്ക്കുമ്പോൾ ആ ഭാഗത്ത് മാത്രം സെലക്ഷൻ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് വരയ്ക്കാൻ പറ്റും. കണ്ടോ, പുറത്ത് വരച്ചാൽ അവിടെ വരില്ല ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, ഇപ്പോൾ ഞാൻ പുറത്ത് വരയ്ക്കുന്ന ലൈൻസോ ഇറേസ് ആവുന്നോ ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ മാത്രം ഇറേസ് ആവും. ആ സെലക്ഷൻ വന്നതിൻ്റെ ഉള്ളിൽ മാത്രം ഇറേസ് ആവും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ മാത്രം വരയ്ക്കാൻ പറ്റും ലെസ്സർ ടൂൾ യൂസ് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അധികം സെലക്ഷനൊന്നും ചെയ്യാറില്ല, സെലക്ഷനൊക്കെ കുറവാണ്. നെക്സ്റ്റ് ടൂളാണ് ബ്രഷ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ സ്മഡ്ജ് ടൂള് യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്യുക. നമ്മൾ ഡിജിറ്റൽ പെയിൻറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്മഡ്ജിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. രണ്ട് കളേഴ്സ് തമ്മിൽ ലയിപ്പിക്കാനുള്ളൊരു ടൂളാണ് സ്മഡ്ജ് ടൂൾ. കണ്ടോ,
അതിന് ഞാൻ അതിൻ്റെ എഡ്ജസ് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ പ്രോഗ്രസ് കണ്ടോ. സ്മഡ്ജ് ചെയ്യുക, അതാണ് അതിൻ്റെ മെയിൻ പർപ്പസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മുടെ IBIS Paint എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസ് വലിയ ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ബിഗിനേഴ്സൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനോ കൂടുതൽ നേരം ഇതിലിരിക്കാനോ താല്പര്യപ്പെടാൻ സാധ്യത കുറവാണ്. പക്ഷേ ആൻഡ്രോയിഡിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ഒരു ഡിജിറ്റൽ പെയിൻറ്റിങ് ആപ്ലിക്കേഷനാണിത്. എനിക്ക് തോന്നുന്നു ഓട്ടോഡെസ്കിനേക്കാളും ഒക്കെ ഭയങ്കര ബെറ്ററാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. കാരണം ഓട്ടോഡെസ്ക് ഇപ്പോൾ ഇൻ്റർഫേസൊക്കെ ഭയങ്കര ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനോ നല്ലൊരു എന്താ പറയുക ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. പലർക്കും തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും. ബക്കറ്റ് ടൂൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഗ്യാപ്പ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞൊരു ബാർ കണ്ടില്ലേ, അതിലിപ്പോൾ ഞാൻ ഇറേസറാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഫില്ല് ചെയ്ത ഭാഗത്ത് ഇറേസ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബക്കറ്റിലേക്ക് സെലക്ഷൻ ഇട്ടാൽ അത് ഫില്ല് ചെയ്യാനും സഹായിക്കും. കളർ ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ആ ഇറേസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഫില്ല് ചെയ്ത ഭാഗത്തെ കളർ റിമൂവ് ചെയ്യുക, ഇതാണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ടെക്സ്റ്റ് ടൂള്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നോടത്ത് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ഒരു കളർ എടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ സൈസ് സർക്കിൾ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ് സെക്കൻഡ് വൺ എടുക്കുന്നത്. തേർഡ് വൺ എടുക്കുന്നത് ആ ടെക്സ്റ്റിൻ്റെ ഔട്ടർ ഫില്ല്, അതായത് ഔട്ടർ കളർ കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് ലെയർ പാനലും ഉണ്ട്, അതുപോലെ തന്നെ പെല്ലറ്റ്സും കാണിക്കുന്നുണ്ട്. ടെക്സ്റ്റിൻ്റെ ഔട്ടർ കളർ കൊടുക്കാനുള്ളൊരു ഔട്ട്ലൈൻ കളർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, ടെക്സ്റ്റിൻ്റെ കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാണിക്കുന്നത് ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനുള്ളതാണ്. ആ ടെക്സ്റ്റിൻ്റെ സെലക്ഷൻ വന്ന് ഇവിടുന്ന് മൊത്തം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഈ ടെക്സ്റ്റിൻ്റെ ഒരു വെർട്ടിക്കലായിട്ടും അതായത് വെർട്ടിക്കൽ പാഡിങ് എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നർത്ഥം വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ സ്പേസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്യാണ്. അത് നമുക്ക് അപ്പോൾ രണ്ട് ഇതായിട്ട് ഇടാം, മുകളിലും താഴെയായിട്ട്. സർക്കിൾ എന്നുള്ള മുകളിലും സർക്കിൾ എന്നുള്ള താഴെയായിട്ടും. അപ്പോൾ കണ്ടോ, അതിൻ്റെ സ്പേസ് കുറയ്ക്കാൻ പറ്റും നമുക്ക്. ക്യാരക്ടറിൻ്റെ സ്പേസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ് തൊട്ട് മേലെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒപ്പം തന്നെ നമുക്ക് ഫോണ്ട് കളർ മാറ്റി നമ്മൾ അതുപോലെ തന്നെ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമുക്ക് ഫോണ്ട് സ്റ്റൈലും മാറ്റാനുള്ള ഓപ്ഷൻ തന്നെ അതിലുണ്ട്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സർക്കിൾ സെലക്ഷൻ ആയിട്ടുള്ളതിലൊരു തൊട്ട് താഴെ അതുമ്പോൾ സെലക്ഷനായി എടുക്കുന്നതിൽ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കണ്ടോ. പിന്നെ അതുപോലത്തെ റൊട്ടേഷൻ, പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, പിന്നെ ആ റൊട്ടേഷൻ എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ടെക്സ്റ്റിൽ വരുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത്, അടുത്ത ടൂൾ ബാറിൽ അടുത്ത ടൂൾ വരുന്നത് ആഡ് എ ഫ്രെയിം ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ കഥാപുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇപ്പോൾ നമ്മൾ മായാവി ഇങ്ങനെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ, അതിലിങ്ങനെ ഒരു ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ആ കഥകളും അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത്. അതേപോലെ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. നമുക്കിപ്പോൾ വരയ്ക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഫ്രെയിം ബൈ ഫ്രെയിം വരയ്ക്കുന്നവരുണ്ടാവും, കോമിക്ക് അതുപോലെ തന്നെ കാർട്ടൂൺസ്, അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ആഡ് എ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഫ്രെയിം ആഡ് ചെയ്യാനുള്ളൊരു ടൂളാണ്. ഫ്രെയിം ഡിവൈഡർ എന്നാണ് ആ ടൂളിൻ്റെ പേര്. ഓക്കെ, നെക്സ്റ്റ് ടൂളാണ് ഐ ഡ്രോപ്പർ. നമ്മുടെ ബാക്കി ഓട്ടോഡെസ്കിൽ കളർ പിക്കർ എന്ന് പറയും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ആ കളർ പിക്ക് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു റെഫറൻസ് ഇമേജ് ആഡ് ചെയ്താൽ അതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ഏത് കളറാണ് വേണ്ടത്, ഇപ്പോൾ ഫേസിൻ്റെ കളർ വേണം, അവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ ആ ഫേസിൻ്റെ കളർ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഓപ്ഷനാണത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ മിക്ക ഡിജിറ്റൽ ആപ്ലിക്കേഷനിലും ആൻഡ്രോയിഡിലും ഇല്ലാത്തൊരു ഓപ്ഷനാണ് ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് നമുക്ക് ക്യാൻവാസ് സൈസ് വീണ്ടും നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാൻവാസ് സൈസ് കുറഞ്ഞു പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് കൂട്ടിയെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് IBIS Xൽ കണ്ട ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ക്യാൻവാസ് സൈസ് അത്ര വേണ്ട എങ്കിൽ നമുക്ക് ട്രിം ചെയ്തെടുക്കാം. പിന്നെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് ട്രിം ചെയ്യുന്നതിൻ്റെ സൈസ് കൂടുന്നതും കുറയുന്നതും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷനാണ് DPI റീസൈസ്. അതായത് DPI എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒക്കെ എടുക്കുന്ന ഒരു ഓപ്ഷനാണ്. സാധാരണ പ്രിൻറ്റേഴ്സിൻ്റെ ഒക്കെ 300 DPIs ഒക്കെയാണ് വരാം. DPI എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ ഇഞ്ചസ് പെർ സ്ക്വയർ എന്നാണ് പറയുക. ഒരു സ്ക്വയറിൽ ഇത്രയ്ക്ക് പിക്സൽസ് അടങ്ങിയിട്ടുള്ളൊരു കാൽക്കുലേഷനാണ്. DPI കൂടുന്തോറും നിങ്ങളുടെ ക്യാൻവാസിൻ്റെ ക്വാളിറ്റി കൂടും, റെസൊല്യൂഷൻ കൂടും. ഓക്കെ, പിന്നെ സെറ്റിങ്സ് ആണുള്ളത്. സെറ്റിങ്സിൽ അൺഡു ബൈ 2 ഫിംഗേഴ്സ്. അതായത് ഇപ്പോൾ അൺഡു ബട്ടൺസ് നിങ്ങൾക്ക് 2 ഫിംഗേഴ്സിലും 3 ഫിംഗേഴ്സിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 2 ഫിംഗേഴ്സ് കൊണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ അൺഡു ചെയ്യും, അതായത് പിന്നിലോട്ട് പോകും. 3 ഫിംഗേഴ്സ് കൊണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ മുമ്പിലേക്ക് പോകും, റെഡ്യൂ ചെയ്യും. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓട്ടോഡെസ്കിലുണ്ട്, ഫോണിൽ ചിലയിൽ സപ്പോർട്ട് ആവാറില്ല, ഐപാഡിലൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ IBIS Xൽ അങ്ങനെ ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. അതാണ് മോസ്റ്റ് ഫങ്ഷണൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് IBIS X. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആഡ് എ ലെയർ, നമ്മൾ ലെയർ പാനൽ എടുത്താൽ ആഡ് എ ലെയർ, പുതിയൊരു ലെയർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ ആഡ് എ സ്പെഷ്യൽ ലെയർ, കണ്ടോ, ഫോൾഡറായിട്ട് ലെയർ ആഡ് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ആഡ് എ സ്പെഷ്യൽ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബാക്കിയുള്ള ഡിജിറ്റൽ ആപ്ലിക്കേഷൻസിൽ ആൻഡ്രോയിഡിൽ ലഭ്യമല്ല. ഈ ഒരു ഇതിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഇമേജ്, അതിലൊരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇമേജ് ഇമ്പോർട്ട് ചെയ്താൽ തന്നെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനും പെർസ്പെക്റ്റീവ് വ്യൂവിൽ കൺവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ മെഷ് ചെയ്യാനുള്ള ഒക്കെ ഒരു ഓപ്ഷൻ അപ്പം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് എക്സ്ട്രാക്ട് ലൈൻ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ലൈൻ ഡ്രോയിങ് പോലെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ എടുക്കാം, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനിയുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലായിട്ട് കണ്ടോ, ക്യാൻവാസ് വെർട്ടിക്കലായിട്ട് ഇൻവേർട്ട് ക്യാൻവാസ് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ഫ്ലിപ്പ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നേരത്തെ നമ്മളെടുത്ത ആ പിക്ചറിൽ തന്നെ നോക്കാം. ആ പിക്ചറിൻ്റെ ലെയർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഫ്ലിപ്പ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് നീക്കി വെച്ചിട്ട് കാണിച്ചു തരാം. ഫ്ലിപ്പ് ചെയ്യുക, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ആ ഇമേജിനെ ഫ്ലിപ്പ് ചെയ്യുക, ഹൊറിസോണ്ടലിയും വെർട്ടിക്കലും ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഈ ഒരു ഓപ്ഷൻസ് തന്നെ ലെയർ പാനലിൻ്റെ ഈ ഒരു അറ്റത്തായിട്ടും റൈറ്റ് സൈഡിലായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ആഡ് സ്പെഷ്യൽ ലെയറൊക്കെ നമ്മുടെ IBIS Xൽ മാത്രമുള്ളതാണ്. ഫോൾഡറൊക്കെ നമ്മുടെ ലെയർ പാനലിൽ ആഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ് അല്ലേ. നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഇടുന്നതിന് പകരം ആ ഫോൾഡറിലേക്ക് മൂവ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ തിരഞ്ഞു പിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം ഒരുപാട് ലെയേഴ്സ് എടുത്ത് ചെയ്യാൻ പറ്റും. ഒരുപാട് ഹാങ്ങോ കാര്യങ്ങളോ അങ്ങനെ വരാറില്ല. നല്ലൊരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു 4 GB റാമുള്ള മൊബൈലിലൊക്കെ ചെയ്യാം. പിന്നെ IBIS X iOSലും ലഭ്യമാണ്, ഐപാഡിൽ കിട്ടും. അപ്പോൾ ഐപാഡിലും നന്നായിട്ട് വരയ്ക്കാം. ഈ ഒരു സെറ്റിങ്സിലോ കാര്യങ്ങളൊന്നും ഒരു മാറ്റമില്ല, സെയിം ഇത് തന്നെയാണ്. ഓക്കെ, ഈ കാണുന്ന ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞ ഓപ്ഷൻസൊക്കെ അതിൽ തന്നെ ഉണ്ട്. പിന്നെ അതിൽ ഇൻവേർട്ട് ചെയ്യുന്ന, ഞാൻ ജസ്റ്റ് സെലക്ഷൻ സർക്കിളിനെ സെലക്ട് ചെയ്തിട്ട് നേരിട്ട് ഇൻവേർട്ട് ചെയ്യാൻ പറ്റും കളർ, കണ്ടോ, ലെയറിനെ ഇൻവേർട്ട് ചെയ്യാം. ലെയറിൽ എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനെ ഇൻവേർട്ട് ചെയ്യാം, ഇൻവേർട്ട് കളറിലേക്ക് മാറ്റാം. നെക്സ്റ്റ് മൂവ് ടൂളാണ്. ട്രാൻസ്ഫോം എന്നും പറയാം, നമുക്ക് നേരത്തെ പരിചയപ്പെട്ടിരുന്നു മൂവ് ടൂള്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഏകദേശം പറഞ്ഞു. പിന്നെ ഡിലീറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഡിലീറ്റ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഓട്ടോഡെസ്കിലൊക്കെ ഞാൻ ആൽഫ ലോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആൽഫ ലോക്ക് അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ലോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിൽ അതുകൂടാതെ ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് പ്രോക്രിയേറ്റിലും അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിലൊക്കെ ലഭ്യമായിട്ടുള്ളൊരു ഓപ്ഷനാണ് ക്ലിപ്പിംഗ് മാസ്ക്. അതെന്താണെന്നും കൂടി പറഞ്ഞു തരാം നന്നായിട്ട്. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ഒരു ഭാഗം കണ്ടോ, അതിൽ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം, വേണമെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. നേരിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ബ്ലെൻഡിങ് മോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതായത് നമ്മൾ വരച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് എഫക്റ്റും ഗ്ലോ എഫക്റ്റും ഒക്കെ നിങ്ങൾ ഇമേജിൽ കണ്ടിട്ടുണ്ടാവും, ഡിജിറ്റൽ പെയിൻറ്റിംഗ് ഒക്കെ. ആ ഒരു ലൈറ്റ് എഫക്റ്റൊക്കെ കൊണ്ടുവരുന്നൊരു മോഡാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഓക്കെ, പിന്നെ ആൽഫ ലോക്ക് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ആൽഫ ലോക്ക് ഇട്ട ഒരു ലെയർ, ആ ഒരു ലെയറിൻ്റെ മേലെ കൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് പോവാതെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സർക്കിളാണ് വരച്ചേക്കുന്നത്, ആ സർക്കിളിൻ്റെ പുറത്തേക്ക് പോവാതെ നമുക്ക് ഷെയ്ഡ് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും ഇറേസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഓപ്ഷൻ. ആ സെയിം ലെയറിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അൺഡു ചെയ്യാൻ പറ്റും ഈ ചെയ്തത് നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ. പക്ഷേ
ഒരിക്കലും ഇറേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറേസ് ചെയ്താൽ നമ്മൾ കൊടുത്ത ഷെയ്ഡിങ്സ് മാത്രമല്ല ഇറേസ് ആവുക, ടോട്ടൽ ആ കളർ മൊത്തം ഇറേസ് ആവും. ഇപ്പോൾ ആ സർക്കിൾ അടക്കം ഇറേസ് ആവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിൽ, നമുക്ക് ഹൈലൈറ്റ് കൊടുക്കുന്ന ടൈമിൽ, ഇപ്പോൾ ഒരു കളർ ഇപ്പോൾ സൂര്യ വെളിച്ചടിക്കുന്നത്, അപ്പോൾ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് കളർ, ഇപ്പോൾ ഒരു ലൈറ്റ് കളർ കൊടുത്ത് അവിടെ സ്മഡ്ജ് ചെയ്ത് അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഹൈലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം നമുക്ക് ആൽഫ ലോക്ക് യൂസ് ചെയ്തിട്ട്. അതായത് ആൽഫ ലോക്ക് നമ്മൾ സെലക്ഷൻ നോക്കണം. നിങ്ങൾ ഏത് ലെയറിലാണ് സെലക്ട് ചെയ്തേക്കുന്നത്, ആ സെലക്ഷൻ നോക്കിയിട്ട് ആ ലെയറിൽ തന്നെ ആയിരിക്കണം പെയിൻറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇറേസ് ചെയ്യുന്നതും ഒക്കെ. അതാണ് ആൽഫ ലോക്ക്. അപ്പോൾ ആൽഫ ലോക്കും ക്ലിപ്പിംഗ് മാസ്കും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ഓക്കെ, കണ്ടോ, ഇറേസ് ചെയ്യാം. പക്ഷേ ഇറേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുത്ത ഷെയ്ഡിങ് മാത്രമല്ല പോകുന്നത്, ടോട്ടലായിട്ട് പോകും. അങ്ങനെ ഒരു പോരായ്മ ആൽഫ ലോക്കിനുണ്ട്. അപ്പോൾ ആ പോരായ്മ പരിഹരിച്ചിട്ടുള്ളൊരു ഓപ്ഷനാണ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ പോരായ്മ എന്നല്ല പറയാം, വേറൊരു ഓപ്ഷൻ അങ്ങനെ പറയാം. ആൽഫ ലോക്കിന് ഉപരി ക്ലിപ്പിംഗ് മാസ്ക് മറ്റൊരു ഓപ്ഷനാണ്. ചിലപ്പോൾ നമുക്ക് ക്ലിപ്പിംഗ് മാസ്കിൻ്റെ ആവശ്യം വരാറില്ല. അപ്പോൾ നമുക്ക് ആൽഫ ലോക്ക് യൂസ് ചെയ്താൽ മതിയാവും. നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു ലെയറിൽ തന്നെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആൽഫ ലോക്കൊക്കെ എങ്ങനെ യൂസ് ചെയ്യുക, ഒരു ഇമേജ് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കൂടുതൽ ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഞാൻ പറയുന്ന ആ ടൂൾസൊക്കെ ഏകദേശം നന്നായി മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നോക്കാം ക്ലിപ്പിംഗ് മാസ്ക്. ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്നതാണ്. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ആ ജസ്റ്റ് ആൽഫ ലോക്ക് ഞാൻ അൺലോക്ക് ചെയ്തു. ക്ലിപ്പിംഗ് മാസ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു ന്യൂ ലെയർ എടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ കണ്ടോ സെപ്പറേറ്റ് ഒരു ലെയറാണ് വരുന്നത്. പക്ഷേ ഈ നമ്മൾ സർക്കിൾ വരച്ചതിൻ്റെ പുറത്തേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും വരുന്നില്ല. അതായത് നമ്മൾ വരയ്ക്കുന്നത് സർക്കിളിൻ്റെ പുറത്തേക്ക് പോവില്ല, ഷെയ്ഡ് ചെയ്യുന്നത് ബ്ലെൻഡ് ചെയ്യുന്നതും പോവില്ല, സെപ്പറേറ്റ് ലെയറായിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് അല്ല അത്. നമുക്ക് ആ ഷെയ്ഡിങ് മാത്രം വായിക്കണമെങ്കിൽ ആ സെപ്പറേറ്റ് ലെയർ ആക്കിയ ആ ലെയറിൽ മാത്രം ഇറേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ സർക്കിൾ വരച്ചത് ഇറേസ് ആവേ അങ്ങനത്തെ കേടുപാടുകളോ സംഭവങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഓട്ടോഡെസ്കിലൊന്നും ക്ലിപ്പിംഗ് മാസ്ക് അവൈലബിൾ അല്ല. പക്ഷേ ട്രാൻസ്പെറൻസി ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ആൽഫ ലോക്ക് പോലെ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ സർക്കിളിൽ ഷെയ്ഡ് പുറത്തേക്കൊന്നും പോകുന്നില്ല. നമ്മൾ എടുക്കുന്ന ഷെയ്ഡ്സോ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോവില്ല. അതുപോലെ നമുക്ക് അവിടെ തന്നെ സ്മഡ്ജ് ചെയ്യാനും ഒക്കെ പറ്റും. കണ്ടോ, അപ്പോൾ ഇത് സെപ്പറേറ്റ് ലെയറിലായിട്ടാണ് ഈ ഷെയ്ഡ്സ് നിൽക്കുക. അപ്പോൾ ഞാൻ യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഈ ഷെയ്ഡ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷെയ്ഡ്സ് ചെയ്യുന്നതോ ബ്ലെൻഡ് ചെയ്യുന്നതോ ഇറേസ് ചെയ്യുന്നതോ ഒക്കെ ഈ സർക്കിളിൽ തന്നെ നിൽക്കും. പക്ഷേ ഈ സർക്കിളിൻ്റെ സർക്കിൾ വരച്ച ലെയറിലായിരിക്കില്ല, സെപ്പറേറ്റ് ഒരു ലെയർ. കണ്ടോ, സെപ്പറേറ്റ് ഒരു ലെയറിലായിരിക്കും. അതാണ് ക്ലിപ്പിംഗ് മാസ്ക് അല്ലെങ്കിൽ ക്ലിപ്പിങ്ങിൻ്റെ യൂസ്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഇതിലെല്ലാ ടൂൾസും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നന്നായി വരയ്ക്കാൻ നിങ്ങൾ ഇനി ടൂൾസ് ഇപ്പോൾ നന്നായിട്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇനി ഇതിന് ശേഷം ഓട്ടോഡെസ്കിൻ്റെയും ഇൻഫിനിറ്റി ഡിസൈൻ്റെയും അതുപോലെ തന്നെ നമ്മളെ IBIS Xൻ്റെയും ട്യൂട്ടോറിയൽസ് ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ട്യൂട്ടോറിയൽസും എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരൊക്കെ വരയ്ക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇനിയുള്ള വീഡിയോസും കാണണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ താങ്ക് യു.